സയ്യിദു ആയിൽ ഖുർആൻ, ഖുർആനിലെ ആയത്തുകളുടെ രാജാവാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ തന്നെ ആയത്തുൽ കുർസിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ മഹാരഥന്മാരായ സ്വാലിഹീങ്ങൾ രേഖപ്പെടുത്തി വെച്ച ഒരു അത്ഭുതമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് പങ്കുവെക്കുന്നത്. എല്ലാ ദിവസവും അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ടേ ആയത്തുൽ കുർസി പതിവാക്കുന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന മഹത്വങ്ങൾ, ദുനിയാവും ആഖിറവും സലാമത്താകുന്ന മനോഹരമായ കാഴ്ച. ദുനിയാവിൽ സമ്പത്താണോ, നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാനാണോ, അസുഖം മാറാനാണോ, എഴുന്നേറ്റ് ആഫിയത്തോടെ നിൽക്കാനാണോ, അങ്ങനെ തുടങ്ങി മരണം പോലും സിമ്പിളായി മാറുന്ന, നാളെ ആഖിറത്തിലാണെങ്കിൽ സന്തോഷം കൊണ്ട് നിറയുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഈ ആയത്തുൽ കുർസി അസ്റിന് ശേഷം പതിവാക്കുന്നതിലൂടെ ലഭിക്കുന്നത്. എങ്ങനെ ഓതണം, എന്തൊക്കെയാണ് അതിൻ്റെ മഹത്വങ്ങൾ, എന്താണ് അതിൻ്റെ ഷർത്തായിട്ടുള്ളത്, ഈ ഫലങ്ങളൊക്കെ എനിക്ക് ലഭിക്കാൻ ഞാൻ എങ്ങനെ ഇത് പാരായണം ചെയ്യണം, നമുക്കിന്നത് പഠിക്കാം. അതോടൊപ്പം കഴിഞ്ഞ ആഴ്ചത്തെ വിജയിയെയും പറയണം, ഇന്നത്തെ ചോദ്യവും നിങ്ങളിലേക്ക് വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ നമ്മുടെ ഈ ചാനലിൽ വരുന്ന ഇത്തരം വീഡിയോസ് ജനങ്ങളിലേക്ക് പങ്കുവെക്കുക. മറ്റുള്ളവർക്ക് ഇൽമ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരാളെങ്കിലും നമ്മൾ മുഖാന്തരം നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെയും പ്രതിഫലം നമുക്കല്ലേ, നമ്മൾ ആഖിറവും ദുനിയാവും രക്ഷപ്പെടൂലേ. അപ്പോൾ വീഡിയോസിന് താഴെ ഉത്തരം കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ ഒരു ഹംദ് പറഞ്ഞതിലൂടെ ഇന്ന് നല്ല പോസിറ്റിവിറ്റി നമ്മളിൽ ഉണ്ടാകണം. ഒരു നെഗറ്റീവ് എനർജിയും കടന്നു വരരുത്. അതിന് പറ്റിയൊരു മരുന്നും കൂടെയാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണതിനാ? വേണ്ടതുപോലെ അങ്ങ് ചിലവാക്കിയാൽ, വേണ്ടതുപോലെ എടുത്ത് ഉപയോഗിച്ചാൽ നമ്മുടെ ലൈഫ് അടിപൊളിയായി മാറും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര മഹത്വങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത്ര മനോഹരമായ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, അള്ളാഹിനെക്കുറിച്ച് മാത്രം പറയുന്ന ഒരായത്ത് അത് ഖുർആനിലുണ്ടെങ്കിൽ മനോഹരമായ ആയത്തുൽ കുർസിയാണ്. അത്ര വലിയ ആയത്ത്. ആയത്തിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ മാത്രമാണ്. എത്ര ഹൃദ്യമാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. ആയത്തുൽ കുർസി അർശിൻ്റെ ചുവട്ടിലെ ഒരു നിധിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സൂറത്തുൽ ബഖറയിലേക്ക് ചേർത്ത് വെച്ചതാണ്. അല്ലാഹ് ആയത്തുൽ കുർസി വേണ്ടതുപോലെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. അപ്പോൾ ഇന്ന് പറയുന്ന കാര്യം, എല്ലാ ദിവസവും നമ്മൾ അസ്ർ നിസ്കരിക്കാറുണ്ട് അല്ലേ? അസ്ർ നിസ്കരിക്കുന്ന സമയം, അസ്ർ നിസ്കാരം കഴിഞ്ഞ് സാധാരണ എല്ലാ 5 വഖത്തിന് ശേഷവും ഒരായത്തുൽ കുർസി നമ്മൾ ഓതാറുണ്ട്. അതൊക്കെ ഓതി ദിക്റുകളൊക്കെ ചൊല്ലി ദുആഉം ചെയ്തതിന് ശേഷം ഇനി പള്ളിയിൽ പോകുന്ന നമ്മുടെ പുരുഷന്മാരോട് പറയട്ടെ, ഇമാമ് ദുആ ചെയ്യുമ്പോൾ ആ ദുആം കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഇരിക്കുക. മുതവജ്ജിഹൻ ഇലൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിട്ടുകൊണ്ട് ആ ഇരുത്തം അങ്ങനെ തന്നെ ഇരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ആ ഇരുത്തം അങ്ങനെ തന്നെ ഇരിക്കുക. എഴുന്നേൽക്കുന്നതിന് മുൻപ്, അതായത് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഈ ഖിബ്ലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് എഴുന്നേൽക്കുന്നതിന് മുൻപായി 10 ആയത്തുൽ കുർസി എല്ലാ അസ്റിന് ശേഷവും നമ്മൾ പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്നത് 10 കാര്യങ്ങളാണ്. ചെറിയ 10 കാര്യങ്ങളൊന്നുമല്ല, അതിമഹത്തരമായ 10 കാര്യങ്ങളാണ്. നമ്മുടെ ദുനിയാവും ആഖിറവും എല്ലാം മനോഹരമായി തീരും. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഫഇന്ന ഫീഹാ 10 ഖിസ്വാൽ, 10 നേട്ടങ്ങളുണ്ട് അങ്ങനെ ഓതുന്നതിന്. ഒന്നാമത്തെ നേട്ടം പറഞ്ഞു തരട്ടെ, അത്ഭുതമാണ്. ഒന്നാമത്തേത് തൗബത്തുൻ ഖബ്ലൽ മമാത്ത്. ഇങ്ങനെ ഈ 10 ആയത്തുൽ കുർസി അസ്ർ നിസ്കാര ശേഷം ഓതുന്നൊരു മനുഷ്യൻ തൗബ ചെയ്യാതെ മരിക്കൂല കേട്ടോ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് പറഞ്ഞു തരുന്നത്. തൗബ ചെയ്യാതെ മരിക്കില്ല അവൻ. എപ്പോഴാണ് മരണം വരുന്നത് നമുക്കറിയില്ല. പലപ്പോഴും പല ആളുകൾക്കും തൗബ ചെയ്യാൻ അവസരം കിട്ടാറില്ല. നമ്മളിങ്ങനെ നോക്കിയിരിക്കും, ഇച്ചിനോട് കയ്യട്ടെ, തൗബ ചെയ്യാലോ, ഈ ചെയ്യാലോ എന്ന് ചിന്തിച്ച് അവസാനം മരണത്തിലേക്ക് എത്തും. നമ്മളറിയില്ല, നമ്മൾ വിചാരിക്കണ സമയത്തൊന്നും അല്ല മരിക്കണത്. പക്ഷേ ഈ തൗബയോടെ നമുക്ക് മരിക്കാം. അസ്റിന് ശേഷം 10 ആയത്തുൽ കുർസി എല്ലാ ദിവസവും പതിവാക്കിയാൽ മതി. നമ്മൾ തൗബ ചെയ്യും. അള്ളാഹു അതിനുള്ള അവസരം നമുക്ക് തുറന്നു തരും. ചില ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, നിസ്കാരത്തിലങ്ങ് മരിക്കും, സുജൂദിലങ്ങ് മരിച്ചു പോകണം. എത്ര പേരുണ്ട്? വളരെ കുറച്ചാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നമ്മൾ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ നമ്മൾ പറയും റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി ഇല്ലേ? ഈ റബ്ബി ഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു തൗബ. അപ്പോൾ ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നാണ്, എന്തോ ഒരു പ്രയാസം, ഞാൻ മരിക്കാറായിട്ടുണ്ട്.
അപ്പോൾ ആ സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തെത്തുമ്പോൾ മനസ്സറിഞ്ഞിട്ട് റബ്ബിഗ്ഫിർലീ ഒരൊറ്റ പറച്ചിൽ, ആ ഹൃദയം അറിഞ്ഞിട്ടുള്ള പറച്ചിലാണെങ്കിൽ ആ ഒരൊറ്റ പറച്ചിൽ മതി. എന്നിട്ട് അവൻ ആ സുജൂദിൽ കിടന്നങ്ങ് മരിച്ചുപോയി. യാ അല്ലാ, തൗബയും മരണവും ഉടൻ. അതായത് ഈ അസുറിന് ശേഷം ആയത്തുൽ കുർസി പതിവാക്കുന്ന ഒരു മനുഷ്യൻ തൗബ ചെയ്യാതെ മരിക്കൂല. അത് നിസ്കാരത്തിൽ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, തൗബ ചെയ്യാൻ അവസരം കിട്ടും. ആ തൗബക്ക് ശേഷം പിന്നെ തെറ്റുകൾ ഉണ്ടാവില്ല. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അച്ചാഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. ഒരു മനുഷ്യൻ തൗബ ചെയ്താൽ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. ഒരു മനുഷ്യൻ തൗബ ചെയ്തൊക്കെ ക്ലിയർ ആക്കി വെച്ചേക്കാണ് മരിക്കാൻ വേണ്ടിയിട്ട്, അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാ. ഒരു ഉമ്മാടെ വയറ്റിൽ നിന്ന് കുഞ്ഞു വരണത് പോലെ അവന് മരിച്ചു ആകും. അത്ര ക്ലിയറായി ശുദ്ധിയായി അള്ളാഹുവിലേക്ക് അവന് ചെല്ലാം. അവന് പിന്നെ രക്ഷയല്ലാതെ എന്താണ് ദുനിയാവിൽ ആഖിറത്തിലും കിട്ടുക അല്ലേ? അവൻ രക്ഷപ്പെട്ടു പോലെ. എത്ര സിമ്പിളാണ്. ഒരു 10 ആയത്തുൽ കുർസി എല്ലാ അശ്റിന് ശേഷം നമ്മൾ ഓതിയാൽ നമ്മുടെ ലൈഫ് മാറി മറിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തേത് ബറക്കത്തുൻ ഫി റിസ്ഖി. ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവും. ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും. കോടീശ്വരനാകുന്നൊന്നുമല്ല, ചിലപ്പോൾ അങ്ങനെ ആയേക്കാം. പക്ഷേ നമുക്കുള്ളതിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അത് മതിയാക്കി തരും. ഒരാളുടെയും വീട്ടിലേക്ക് എന്നിട്ട് ഞങ്ങൾ പട്ടിണിയാണ് ഉസ്താദേ, അല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാണ് ക എന്ന് പറയേണ്ട ഒരവസ്ഥ അള്ളാഹ് തരൂല. പട്ടിണി തരൂല. ഭക്ഷണത്തിൽ ബറക്കത്ത് അത് മതിയാക്കി തരും. നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സമ്പത്തുണ്ടല്ലോ, നിങ്ങൾ ജോലി ചെയ്ത് അധ്വാനിച്ച് കൊണ്ടുവരുന്ന ആ വരുമാനം നിങ്ങൾക്ക് മതിയാകുന്ന രീതിയിൽ അള്ളാഹു റെഡിയാക്കി തരും. എപ്പോഴും കിട്ടുന്ന പൈസ എവിടെ പോയി? ഹോസ്പിറ്റലിൽ ചിലവാണ്. എല്ലാ മാസവും ആശുപത്രി ചിലവ്. ഭക്ഷണത്തിന് തികയണില്ല, പിള്ളേരുടെ സ്കൂളിൽ തികയണില്ല, ഈ തികയണില്ല എന്നുള്ള പരാതി നമ്മളെപ്പോഴും പറയില്ലേ? എന്താ അതിൻ്റെ കാരണം? പറക്കത്തില്ല. എന്നാൽ ഈ ആയത്തുൽ കുർസി നിങ്ങൾ ഇതുപോലെ ഒന്ന് പതിവാക്കി നോക്ക്. നിങ്ങളുടെ മക്കളോടും ഭർത്താക്കന്മാരോടും ഒക്കെ ഒന്ന് പറയും, ഇത് പതിവാക്കാൻ പറയും. അങ്ങനെ ഇത് പതിവാക്കിയാൽ തികയുന്നില്ല എന്നുള്ള വർച്ചാൻ നിങ്ങൾ പറയൂല. ബറക്കത്ത് നിങ്ങളുടെ ഭക്ഷണത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ തരും. ഒരിക്കലും ഒരാളുടെ മുമ്പിൽ നിങ്ങൾക്ക് കൈ നീട്ടേണ്ടി വരില്ല ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തേത് സലാമത്തുൻ ഫി ബദനി. ശരീരത്തിന് രക്ഷ നൽകും. മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കൂല അല്ലാഹ്. മാത്രമല്ല നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സ്വയം ചെയ്യാനുള്ള ഒരു അവസരം അല്ലാഹു തആല തരും. ചിലപ്പോൾ അസുഖങ്ങളൊക്കെ വരും. അസുഖങ്ങൾ വന്നാലും മറ്റൊരാളെ ആശ്രയിച്ച് മോനെ വാപ്പാനൊന്ന് പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ പോടാ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പോകേണ്ടടുത്ത് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ശരീരത്തിന് ആഫിയത്തും ഒരു വല്ലാത്ത കാവലും സലാമത്തും രക്ഷയും അല്ലാഹു റബ്ബുൽ ആലമീൻ ആയത്തുൽ കുർസി ഇതുപോലെ പതിവാക്കുന്ന മനുഷ്യന് നൽകും അത്രേ. പിന്നെന്താ വേണ്ടത്? അർദലുൽ ഉംർ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അങ്ങോട്ട് നമ്മൾ എത്താൻ പാടില്ല. അത്തരം അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കല്ലേ എന്ന് മുത്തനബിയുടെ പ്രാർത്ഥനയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് വയസ്സ് ജീവിച്ച് നമുക്ക് ആഫിയത്തുണ്ടായി നന്മ ചെയ്യാമെന്ന് പറയുന്നത് വലിയ തൗഫീഖ് തന്നെയാണ്. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ തളർന്നു പോയി, നമ്മുടെ മക്കൾ പോലും മറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന ഒരവസ്ഥ, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥ, അത്തരം ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ല. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ല. ആഫിയത്ത് വേണം, ഇമ്പോർട്ടൻ്റാണ്. ആ ആഫിയത്ത് ഈ പറയുന്ന ആയത്തുൽ കുർസിയുള്ള നമുക്ക് മേടിച്ചെടുക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമത്തേത് വമഹബ്ബത്തുൻ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. അല്ലാഹ്, ഇത് ഇമ്പോർട്ടൻ്റാണ്. മുഅ്മിനീങ്ങളുടെ ഖൽബിൽ നമ്മളോട് ഭയങ്കര ഇഷ്ടം തരും അല്ലാഹ്. യാ റബ്ബി, മുഅ്മിനീങ്ങൾ ആരാണ്? അല്ലാഹുവിൻ്റെ യഥാർത്ഥ അടിമകളാണ്. വഇബാദുർ റഹ്മാനാണവർ. റഹ്മാനായ ചമ്പുരാൻ്റെ അടിമകളാണവർ. യാ റബ്ബന, അവർ ആ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നമ്മളോട് ഭയങ്കര മഹബ്ബത്ത് തോന്നും, വല്ലാത്ത മഹബ്ബത്ത് തോന്നും. നമ്മളെങ്ങാനും മരിച്ചു പോയാൽ ഈ മുഅ്മിനീങ്ങളുടെ വായിലൂടെ ഇത്ര നല്ല മനുഷ്യനായിരുന്നു, അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ എന്ന് മുഅ്മിൻ, കേവലം മുസ്ലിമല്ല, മുഅ്മിൻ ഈമാൻ പൂർണ്ണമായ ഒരാൾ പറഞ്ഞാൽ ദുആ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അപ്പോൾ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു മഹബ്ബത്ത് നമ്മളോടുണ്ടാക്കും ഈ പറയുന്ന ആയത്തുൽ കുർസി. മുഅ്മിനീങ്ങളിൽ ആരൊക്കെയുണ്ട്? അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഉലമാക്കൾ, യഥാർത്ഥ ഉഖ്റവിയായ ഉലമാക്കൾ, ഈ പറയുന്ന ആളുകളൊക്കെ മുഅ്മിനീങ്ങളാണ്. സാധാരണക്കാരായ ഈമാൻ കൃത്യമായി കൊണ്ടു നടക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായ മനുഷ്യർ. ഈ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നമ്മളോടൊരു വല്ലാത്ത ഇഷ്ടം അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അഞ്ചാമത്തേത് യഖീൻ ബിലാ ശഖ്. സംശയമില്ലാത്ത ഉറപ്പ് അള്ളാഹുവിനെ കുറിച്ച് തരും ആയത്തുൽ കുർസി. ആശയം മനസ്സിലാക്കി, ആശയം നമ്മൾ മുമ്പൊരിക്കൽ പലതവണ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യും ഖയ്യൂമുമായ റബ്ബ്, അവനല്ലാതെ ആരാധ്യനില്ല, ആരാധനക്കർഹൻ മറ്റൊരാളില്ല അല്ലേ? ഈ ഒരു ഉറപ്പ് അവന് ലഭിക്കും, സംശയം ഉണ്ടാവില്ല. അതായത് ആയത്തുൽ കുർസി പതിവാക്കുന്ന ഒരാൾ, ഇതുപോലെ അസുറിന് ശേഷം 10 ഇങ്ങനെ പതിവാക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ഒരിക്കലും യുക്തിവാദത്തിലേക്ക് പോവില്ല, മതനിരാശത്തിലേക്ക് പോവില്ല, അള്ളാനെ തള്ളിപ്പറയുന്ന, അള്ളാഹുവിൽ സംശയിക്കുന്ന മനസ്സവനുണ്ടാവില്ല. ചിലർ പറയാറുണ്ട്, ഉസ്താദെ അള്ളാഹുവിനെ കുറിച്ച് ഭയങ്കര സംശയം മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നു, റസൂലുള്ളാഹിനെ കുറിച്ച് സംശയം, ദീനിനെ കുറിച്ച് സംശയം, ഒരു അകാരണമായി മനസ്സിലിങ്ങനെ പിശാച് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയത്തുൽ കുർസി ഏറ്റവും വലിയൊരു ആയുധം കയ്യിലിരിക്കുകയാണ്. പിശാചിനെ ഓടിക്കാൻ നമുക്ക് അസുറിന് ശേഷം 10 പതിവാക്കണേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ആറാമത്തേത് ഖുറൂജുർ റൂഹ് മഅ ഷഹാദ. യാ അല്ലാഹ്, മരിക്കാൻ നേരത്തെ റൂഹ് ഇങ്ങനെ ഷഹാദത്തോടെ പോവും. ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് പോകുന്ന ആ റൂഹ് പോകുന്നത് എങ്ങനെയാണ്? ഒരു തോൽപാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ വളരെ ലഘുവായി, വളരെ സിമ്പിളായിട്ടുള്ള റൂഹ് പിടുത്തം. ഈമാനില്ലാത്തവരുടെ റൂഹ് എങ്ങനെയാണ്? അത് മുള്ളിലിങ്ങനെ കൊളുത്തിയ വസ്ത്രം പിടിച്ച് വലിക്കണത് പോലെ വലിച്ച് പറിച്ചെടുക്കുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. യാ റബ്ബന യാ റബ്ബന, നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അപ്പോൾ മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് മരിക്കാൻ പറ്റും. മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മനുഷ്യൻ അവൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് മതി? 10 ആയത്തുൽ കുർസി ആസുറിന് ശേഷം. ഏഴാമത്തേത് യുവസ്യു അല്ലാഹു ഫി ഖബരി. അവൻ്റെ ഖബറിൽ അല്ലാഹു വിശാലത നൽകും. ഖബർ ഇങ്ങനെ ഇടുങ്ങിയ ഖബറാണ്, നമ്മൾ കാണുമ്പോൾ ഇടുങ്ങിയതാണ്. അതിൻ്റെ അകത്ത് അള്ളാഹുവിന് വലിയ ഒരു ഭൂമി തന്നെ, അതിൻ്റെ അകത്ത് അള്ളാഹുവിന് വിശാലത നൽകാൻ കഴിയും. അത്രമാത്രം അള്ളാഹു എല്ലാത്തിനും കഴിയുന്നവനാണ് അല്ലേ? ആ റബ്ബ് വിശാലത കൊടുക്കും. ഖബർ ഇടുക്കി അവനെ പിടിക്കില്ല, അവനെ ചേർത്ത് പൊടിച്ചു കളയില്ല, അവന് വിശാലത കൊടുക്കും. ആയത്തുൽ കുർസി ഇതുപോലെ പതിവാക്കുന്ന മനുഷ്യൻ. എട്ടാമത്തേത് യുഅ്തില്ലാഹു കിതാബഹു ബിയമീനിഹി. നാളെ ആഖിറത്തിൽ ചെന്ന് നിൽക്കുന്ന ഒരു നിർത്തുണ്ട്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. യാ അല്ലാഹ്, അവിശ്വാസികൾ എഴുന്നേറ്റ് വരുമ്പോൾ ഇതെന്തൊരു ലോകമാണ്, ഞങ്ങൾ ആരെഴുന്നേൽപ്പിച്ചതെന്ന് പറഞ്ഞ് വിലപിച്ചു കൊണ്ടുവരുന്നൊരു ലോകമുണ്ട്. ആ ലോകത്ത് പേടിയാണ് നമുക്കെല്ലാവർക്കും. അല്ലാഹുവേ, വലം കൈയിൽ കിതാബ് ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അപ്പോൾ വലത് കൈയിലേക്ക് കിതാബ് ലഭിക്കും. ആയത്തുൽ കുർസി ആസുറിന് ശേഷം ഇതുപോലെ 10 പതിവാക്കിയാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 9-ാമത്തേത് യമുറു അല സിറാത്തി ത്വായിറ. സിറാത്ത് പാലത്തിന് മുകളിലൂടെ ഒരു പറവയായി പറക്കും സ്വർഗത്തിലേക്ക്. സിറാത്ത് പാലം ഇല്ലേ, മുടിനാരേഴായി കീറിയിട്ട് അല്ല, അങ്ങനെയൊക്കെ ഒരു പാട്ട് പണ്ടില്ല, എനിക്ക് ആ പാട്ട് എപ്പോഴും മറന്നു. ഇങ്ങനെ കേട്ടിട്ടുണ്ട് പണ്ട്, അപ്പച്ചിയും ഉമ്മച്ചിയൊക്കെ ഇങ്ങനെ പാടുന്നത് കേട്ടിട്ടുണ്ട്. അതായത് മുടിനാരേക്കാൾ നേർച്ച, വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു പാലം, അതിൻ്റെ താഴെ നരകമാണ്. അവിടെ മിന്നൽ വേഗത്തിൽ പോകുന്നവർ, പതിയെ പിടിച്ച് നടന്നു പോകുന്നവർ, വർഷങ്ങളെടുത്ത് സ്വർഗം കടക്കുന്നവർ. യാ അല്ലാഹ്, ഇത് ഈ ആയത്തുൽ കുർസി ഇതുപോലെ പതിവാക്കിയാൽ പറവകൾക്ക് എന്ത് പാലം, അവർക്ക് പാലത്തിൽ കൂടെ നടന്നൊന്നും പോകണ്ട, അവർക്ക് പാലത്തിന് മുകളിൽ പറന്നു പോകാം. സിറാത്തിൻ്റെ മുകളിലൂടെ ഇതുപോലെ ആയത്തുൽ കുർസി പതിവാക്കുന്നവർക്ക് പറക്കാൻ കഴിയുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 10-ാമത്തേത് യദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്. ഇനി എന്ത് വേണം? ഹിസാബില്ലാതെ അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ മുമ്പിൽ ഹിസാബിന് നിൽക്കേണ്ടി വരില്ല. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാം. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ, ഈ 10 അത്ഭുതങ്ങൾ, 10 ആയത്തുൽ കുർസി എല്ലാ ആസുറിന് ശേഷവും നമ്മൾ പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുമെങ്കിൽ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടില്ലേ? ഏത് ബോധ്യത്തിൽ വേണം ഇത് ഓതാൻ നിൽക്കുമ്പോൾ? പടച്ചോനെ, ഈ 10 ഗുണങ്ങളും എനിക്ക് ലഭിക്കണമെന്നുള്ള ചിന്തയാണ്. ഈ ആയത്തുൽ കുർസി ഇത്ര ഓതി കഴിഞ്ഞിട്ട് നമ്മൾ ദുആക്ക് അല്ലാഹുവിനോട്, അല്ലാഹുവേ, ഈ 10 കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആയത്തുൽ കുർസി ഇത്ര ഓതിയിട്ടുള്ളത്, ഇതിൻ്റെ ബർക്കത്തുകൊണ്ട് നീ നടത്തി തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നതോടുകൂടി അൽഹംദുലില്ലാ റാഹത്തായി. എന്നിട്ട് എഴുന്നേക്കാം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്ന് മുതൽ ചൊല്ലുമോ ഒന്ന് പറഞ്ഞേ. ഇത്രയധികം അത്ഭുതങ്ങളുള്ള ആയത്തുൽ കുർസി, ഇതുപോലെ ആയത്തുൽ കുർസി നമ്മൾ ഓതാറുണ്ട്, പക്ഷേ ഇതുപോലെ ഓതാറുണ്ടോ? ഇല്ല. ഇതുപോലെ നമുക്ക് പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ഈ പറഞ്ഞ പ്രതിഫലം പരിപൂർണമായി നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു ഷർത്തും കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഒരു മഹാൻ്റെ അടുക്കൽ നിന്ന് ഇജാസത്ത് വാങ്ങിയിട്ട് ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ മഹാന്മാരിൽ നിന്ന് ഇതിങ്ങനെ ആയത്തുൽ കുർസി ചൊല്ലാൻ ഇജാസത്ത് നൽകുന്ന മഹാന്മാരുണ്ടാവും. അവരിൽ നിന്ന് വാങ്ങിയിട്ട് ചൊല്ലാൻ ശ്രമിച്ചാൽ അൽഹംദുലില്ലാ അതിന് വളരെയേറെ മഹത്വം കൂടുതലാണ്. ലഭിക്കുന്നില്ലേ? നിങ്ങൾ ഇതുപോലെ ചൊല്ലിക്കോളൂ, ഒരു കുഴപ്പമില്ല. അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്നവനാണ്, അവൻ അർഹമുർ റഹീമീനാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തവണ ആയത്തുൽ കുർസി എന്നോടൊപ്പം ഓദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه
യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. الحمد لله. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അതിൽ നിന്നൊരു വിജയിയെ നമുക്ക് കണ്ടെത്തണം. അൽഹംദുലില്ലാ, അതിൽ നിന്നൊരു വിജയിയെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഇത് അർഹരായവരിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അപ്പോൾ 1000 രൂപയുടെ സമ്മാനം അവർക്ക് ലഭിക്കും. ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കമൻറ്റിൻ്റെ താഴെ വിജയിയായ ആൾ ആ സെയിം ഐ ഡിയിൽ നിന്ന് നിങ്ങൾ ആരാണെന്ന് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഗൂഗിൾ പേ ID കമൻറ്റ് ചെയ്താൽ അത്രയും നല്ലത്. ഇന്ന് തന്നെ നിങ്ങൾക്ക് സമ്മാനത്തുക അയച്ചു തരുന്നതായിരിക്കും. നോക്കാം നമുക്ക് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്, സിമ്പിൾ ഷോർട്സ് 1625 എന്ന് പറയുന്ന ID ആണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സിമ്പിൾ ഷോർട്സ് 1625 എന്ന് പറയുന്ന ID. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അവരുടെ പേര് നമുക്കറിയില്ല, പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരും സങ്കടപ്പെടുന്നത്, നമുക്ക് എല്ലാ ആഴ്ചയും നമ്മൾ തിരഞ്ഞെടുക്കല്ലേ. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ഞായറാഴ്ച നമുക്ക് തിരഞ്ഞെടുക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്. അബൂജഹലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അബൂജഹൽ അല്ലേ, മുശ്രിക്കുകളുടെ നേതാവാണ് അബൂജഹൽ. അബൂജഹലിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയോ യഥാർത്ഥ നാമം എന്താണെന്ന്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അള്ളാഹുവിൻ്റെ ദീനിലായി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുപാട് മുറാദുകൾ പറഞ്ഞവർ, ഗർഭിണികളായ സഹോദരങ്ങൾ, അതുപോലെ മക്കളുടെ എക്സാമൊക്കെ കഴിഞ്ഞു നല്ലൊരു സ്കൂളിൽ അല്ലെങ്കിൽ നല്ലൊരു കോളേജിൽ അവർക്ക് അഡ്മിഷൻ കിട്ടണം, അതിനുവേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവർ, അങ്ങനെ ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ, ഈ ആയത്തുൽ കുർസി വേണ്ടതുപോലെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. നീയല്ലാതെ ആരും ഞങ്ങൾക്കില്ല റബ്ബേ. നീ കൈവിടിഞ്ഞാൽ പോകാനൊരിടമില്ല അല്ലാ. ഈ സ്വബാഹുൽ ഖൈറിനെ ചേർത്ത് പിടിക്കുന്നവരെ നീ ചേർത്ത് പിടിക്കണേ അല്ലാ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരെ നീ കൈവിടിയല്ല റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. പൊന്നുമക്കളെ, ഇണകളെ നേർവഴിയിൽ നടത്തണേ അല്ലാ. നല്ല ഹൈറായ ഇടങ്ങളിൽ അവർക്ക് നീ അഡ്മിഷൻ നൽകണേ അല്ലാ. പടച്ചവനെ, പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും പഠനങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ഉന്നത വിജയം നീ നൽകണേ തമ്പുരാനെ. യാ റബ്ബന, ഒരുപാട് ആളുകൾ മക്കളില്ലാതെ വേദനിക്കുന്നുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. തൊഴിലുകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. യാ റബ്ബന. പടച്ചവനെ, ഗർഭിണികളുണ്ട്, നീ സുഖപ്രസവം നൽകണയല്ല. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നീ നൽകണയല്ല. വീടില്ലാതെ വേദനിക്കുന്നവർ, നിർമ്മാണം തുടങ്ങിയവർ എത്രയും പെട്ടെന്ന് ഹൈറായ ഭവനം എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിലുണ്ടെന്ന് പറഞ്ഞവർ, അവരുടെ മുമ്പിലുള്ള തടസ്സങ്ങളെല്ലാം ആയത്തുൽ കുർസി കൊണ്ട് നീക്കി കൊടുക്കണേ അല്ലാ. റഹമുർ റഹീമായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. എത്ര ആളുകളാണ് അസുഖബാധിതരായിട്ടുള്ളത്, പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല. മാറാരോഗങ്ങൾ ചെന്ന് പരീക്ഷിക്കല്ലയല്ല. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ അറിയുന്നവനാണല്ലോ റബ്ബേ. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. നിനക്ക് ഉറക്കം പോയിട്ടൊരു തൂങ്ങി ഉറക്കം പോലും ഇല്ലല്ലോ അല്ലാ. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ. ഓരോ കമൻറ്റിനും പടച്ചവനെ നിൻ്റെ അടുക്കൽ നീ മറുപടി നൽകണേ അല്ലാ. റഹമുർ റഹീമായ ചമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, അവരുടെ ഖബർ വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ ആദാബിലാക്കല്ലേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത്, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഒരു കാര്യം കൂടെ പലരും പറയുന്നുണ്ട്, ഉസ്താദ് നമ്മൾ റമദാനിലൊക്കെ രാത്രിയിൽ ഒരു മജ്ലിസ് ഉണ്ടായിരുന്നു, അപ്പോൾ ചെറിയൊരു മജ്ലിസ് 10-20 മിനിറ്റ് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് നടത്തിയാലോ? രാത്രി ഒരു 7 മണിയോ അല്ലെങ്കിൽ 7:30 മണിയോ നിങ്ങൾക്ക് എപ്പോഴാണ് ഓക്കെ എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് കഴിയുന്നത് പോലെ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കേണ്ട കുറച്ച് ദിക്റുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ചൊല്ലി ചെറിയ നിലക്കൊന്ന് ദുആ ചെയ്യാം. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അതോടൊപ്പം 10 മണിക്ക് വരുന്ന വീഡിയോസ് സൈക്കോളജിക്കലി നമ്മുടെ ജീവിതത്തിലെ കന്വർത്ഥമാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ കാണുക, നമ്മുടെ ജീവിതം മനോഹരമാക്കുക, ഈ ഒരു കുടുംബത്തോടൊപ്പം എന്നെന്നും ചേർന്ന് നിൽക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.